അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി കോടതികളിലെ പ്രധാന വാർത്തകളിലേക്ക് ഒന്ന് നോക്കി വരണം. ഇന്ന് കോടതികളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് വ്യക്തമാക്കും. ശ്യാം, വെരി ഗുഡ് മോർണിംഗ് ശ്യാം. ഒട്ടേറെ പ്രധാനപ്പെട്ട കോടതി വാർത്തകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഇന്നത്തെ വാർത്തയുടെ ഗതിയെ തന്നെ നിശ്ചയിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന കേസാണ് CMR-ൽ മാത്യു കുഴൽനാടൻ്റെയും ഗിരീഷിൻ്റെയും ഹർജികൾ തള്ളുകയാണെങ്കിൽ അതൊരു വലിയ വാർത്തയല്ല. പക്ഷേ അതല്ല, കോടതി അതിന് അനുമതി നൽകുകയാണെങ്കിൽ, യേസ് പറയുകയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി തീരുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട കോടതി വാർത്തകൾ? CMR-ൽ എപ്പോഴാണ് പരിഗണിക്കുക? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കോടതിയിൽ നിന്ന് ഒരുപിടി വാർത്തകളുണ്ട്, വലിയ വാർത്തകളാണ്. ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. CMR എക്സാലോജി കരാറിൽ മാസപ്പടി എന്ന് പറയുന്ന ആ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ 2 ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിൽ 2ലും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറയും. ഉച്ചയ്ക്ക് 1:45 ഈ വിധി പറയുന്നത്. ഇത് ആദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഗിരീഷ് ബാബു നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി തള്ളി. തുടർന്നാണ് റിവിഷൻ ഹർജിയുമായി ഗിരീഷ് ബാബു ഹൈക്കോടതിയിലേക്ക് എത്തിയത്. മറ്റൊന്ന് മാത്യു കുഴൽനാടൻ MLA ആണ്. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് ഇത് സമാനമായൊരു ഹർജി നൽകിയത്. ഇതും തള്ളി. തുടർന്ന് മാത്യു കുഴൽനാടനും സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് എത്തി, ഹൈക്കോടതിയിലേക്ക് എത്തി. ഇതിൽ 2ലും വിശദമായ വാദം കേട്ട് ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പാണ് അത് വിധി പറയാൻ മാറ്റിവെച്ചത്. അതിനുശേഷമാണ് ഇന്ന് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണമുണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് വിജിലൻസ് അന്വേഷണമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതൊരു വലിയ വാർത്തയാകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പ്രമുഖ MLA-മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകും. അത് പ്രധാനമായും CMR-ൽ നിന്നും മാസപ്പടി വാങ്ങി അത് അവരുടെ ഡയറിയിൽ അത്തരം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിജിലൻസ് അന്വേഷണമാണ് നടത്തേണ്ടതെന്നാണ് ഗിരീഷ് ബാബുവിൻ്റെയും മാത്യു കുഴൽനാടൻ MLA-യുടെയും ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഹൈക്കോടതിയിൽ വരുന്ന ഇന്ന് രാവിലെ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ വരുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള ആ നിയമനം നേരത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് വരുന്നത്. അതിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകിയേക്കും. മുനമ്പം വിഷയത്തിൽ ഇന്നിപ്പോൾ എന്തായാലും കോടതി നേരിട്ട് വിധി പറയാൻ പോകുന്നില്ല. നോട്ടീസ് കൊടുത്തിട്ടായിരിക്കും കോടതി ഇതിലേക്ക് കടക്കുക, അല്ലേ? ഈ ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കിയ വിധിയിൽ ഡിവിഷൻ ബെഞ്ചിലേക്കല്ലേ പോയിരിക്കുന്നത്? ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്കാണ് സർക്കാർ നൽകിയ അപ്പീൽ വരുന്നത്. 2 അപ്പീലുകളാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഒന്ന്, കേരള വഖഫ് സംരക്ഷണ വേദി, നേരത്തെ അവരാണ് ഒരു ഹർജിക്കാർ. മറ്റൊരു സംഘടനയും. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. ഏത് ഹർജി വന്നു കഴിഞ്ഞാലും അതിൽ സ്വാഭാവികമായും എതിർകക്ഷികളോട് നിലപാട് തേടുക എന്നതാണ് ആദ്യത്തെ നടപടിക്രമം. അതായിരിക്കും ഇന്നുണ്ടാവുകയും ചെയ്ത് എതിർകക്ഷികൾക്ക് നോട്ടീസ് പോകും. സർക്കാർ ഇതിൽ ശക്തമായ വാദങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരമൊരു വസ്തുത അന്വേഷണം നടത്താൻ, അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് മുന്നോടിയായി വസ്തുത അന്വേഷണം നടത്താൻ സർക്കാരിന് അധികാരമുണ്ട്. അക്കാര്യം സിംഗിൾ ബെഞ്ചും ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ മുനമ്പത്ത് നടത്താനാകില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ തെറ്റാണ്, അതിൽ പിഴവുണ്ട് എന്നടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ശ്യാമ, എനിക്ക് തോന്നുന്നു ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ആനന്ദ്കുമാറിന്, നമ്മുടെ പാതിവില തട്ടിപ്പ് കേസിൽ ഇപ്പോൾ ജയിലിലുള്ള ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷയും ഇന്നിപ്പോൾ കേൾക്കുന്നുണ്ട് കോടതി. ജാമ്യാപേക്ഷ എതിർക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു. പക്ഷേ അതേസമയം തന്നെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരിക്കുമല്ലോ ആനന്ദ്കുമാർ വരിക. നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന PV കുഞ്ഞികൃഷ്ണൻ തന്നെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം എടുക്കുന്ന പ്രവണത അത് പലപ്പോഴും തെറ്റായി വരുന്നു എന്ന് PC ജോർജിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരീക്ഷിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ജാമ്യം കിട്ടാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നതൊരു നമുക്ക് പോലും അക്കാര്യത്തിലൊരു വ്യക്തത. കാരണം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ KN അനന്തകുമാറിൻ്റെ പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ KN അനന്തകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 2 ജാമ്യാപേക്ഷകളാണ്. ഒന്ന് ജാമ്യാപേക്ഷയും മറ്റൊന്ന് മുൻകൂർ ജാമ്യാപേക്ഷയും. 2 ഹർജികളിലും ഒരുമിച്ചാണ് വാദം കേൾക്കുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അനന്തകുമാർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇങ്ങോട്ടേക്കാരും ജാമ്യാപേക്ഷയുമായി വരേണ്ടതില്ല.
നൽകേണ്ടതില്ല, അക്കാര്യം പരിഗണിക്കില്ല. മറ്റ് മെരിറ്റ് ഉണ്ടെങ്കിൽ, ജാമ്യം നൽകാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അക്കാര്യം നിങ്ങൾ വാദമായി അറിയിക്കൂ. അതിന് പ്രോസിക്യൂഷന് കൂടി നിലപാട് തേടിയതിനു ശേഷം അവർ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നടക്കം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അക്കാര്യം കൂടി പരിഗണിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ ജാമ്യം നൽകുമെന്ന കർശനമായ നിലപാടാണ് ഈ കേസിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. അതുകൊണ്ട് അക്കാര്യവും പ്രധാനമാണ്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന് മേൽ ഒരു വിമർശനമായി മുന്നിൽ നിൽക്കുന്നത് കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. നമുക്കറിയാം, INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും ഒപ്പം മുൻ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ MD കെ രതീഷുമാണ് അതിൽ പ്രതികൾ. അവർക്ക് പ്രോസിക്യൂഷൻ സാങ്ഷനുള്ള അനുമതി, CBIക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു. വിശാലമായ ഒരു ഉത്തരവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയിരുന്നു. ഇതിന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഹാജരാക്കും. അത് ഹാജരാക്കുമ്പോൾ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല എന്നതിലായിരിക്കാം ഒരുപക്ഷെ വാദം നടക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ഡോക്ടർ കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇതിൽ എന്തെല്ലാം വാദങ്ങൾ ഉന്നയിക്കും എന്ന കാര്യവും കൂടി അതിൽ പ്രസക്തമാണ്. എന്തായാലും അതിന്മേൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. എനിക്കൊന്ന് ഷാമിന് നല്ല പിടിപ്പത് പണിയുള്ളൊരു ദിവസമാണ്. സുപ്രീം കോടതിയിൽ നിന്നുണ്ടോ? ഹൈക്കോടതി കൂടെ സുപ്രീം കോടതി കേസുണ്ട്. അതെ. സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളി അഭിഭാഷകനായ മാത്യൂസ് J നെടുമ്പാറ സുപ്രീം കോടതിയിൽ നൽകിയ ഒരു ഹർജിയാണ്. അത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നതാണ് ആ ഹർജിയിലെ ആവശ്യം. മാത്രമല്ല, നേരത്തെ ഇക്കാര്യത്തിലൊരു മൂന്നംഗ ജുഡീഷ്യൽ സമിതി ഒരു അന്വേഷണം യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടത്തുന്നുണ്ട്. അത് കൊളീജിയത്തിന്റെ തീരുമാനപ്രകാരമാണ്. കൊളീജിയത്തിന് അങ്ങനെ ഒരു ജഡ്ജിക്കെതിരെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകാനുള്ള അധികാരമില്ല. അതുകൊണ്ട് കൊളീജിയത്തിന്റെ തീരുമാനം റദ്ദാക്കണം. പോലീസ് ഇക്കാര്യം അന്വേഷിക്കണം എന്ന കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ ഇന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്യാം എന്തായാലും നല്ല പിടിപ്പത് പണിയാണ്. ശ്യാം എന്താ പണി തുടങ്ങിയട്ടെ? എനിക്കൊന്നും ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ്, 11 മണിയാവുമല്ലേ വിധികളൊക്കെ വന്നു തുടങ്ങാൻ? 10:15 നടപടിക്രമം. ഓക്കെ, വേഗത്തിൽ നമുക്ക് വാർത്തകൾ എത്തിക്കാം. പതിവുപോലെ എല്ലാ സുപ്രീം കോടതി, ഹൈക്കോടതി കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന റിപ്പോർട്ടർ TV ആണ്. നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജാണ് കോടതി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇന്ന് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കോടതികളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്താനുള്ള